ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. ഫെബ്രുവരി 14 വീഡിയോ ആണ് കേട്ടോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് രാവിലത്തെ പരിപാടി തുടങ്ങുകയാണ്, ചായ ഇടലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ തുടക്കം മുതലൊന്ന് കാണിക്കണമെങ്കിൽ ചായ ഇട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. ഞാനിവിടെ എല്ലാ വീഡിയോസിലും പറയാറുണ്ടല്ലേ, ചായ ഇട്ടാണ് തുടങ്ങുന്നതെന്ന്. അപ്പോൾ രാവിലെ തന്നെ അതാണ് പരിപാടി. എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ദേ ഇഡ്ഡലിക്കൊക്കെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലി സാമ്പാറുമാണ് കേട്ടോ. ഇന്ന് ചായ ഒരു സ്പെഷ്യൽ ചായയാണ് കേട്ടോ, കാരണം ഇന്ന് രാജേഷന് ഓഫീസിൽ പോകുന്നില്ല, ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ മസാല ടീ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് രാജേഷന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പണ്ട് പ്രാവശ്യം എനിക്ക് രാജേഷന് ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ, പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മസാല ടീ ആണ്. ഞാൻ ഒരു ദിവസം മസാല ടീയുടെ വീഡിയോ ഇടാം കേട്ടോ. ഇവിടെ ഞാനും രാജേഷനും ചായ അത്യാവശ്യം കുടിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചായ ഇഷ്ടമാണ്. ഇതെന്താണെന്നറിയാമോ, ഇതെനിക്ക് രാജേഷനും തന്ന ഒരു വാലൻറ്റൈൻസ് ഡേ സ്മോൾ ഗിഫ്റ്റാണ് കേട്ടോ. ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു ഹാർട്ട് നടുക്കുള്ള ടൈപ്പ് ഒരു ചോക്ലേറ്റ്. ഞാനൊരു ചോക്ലേറ്റ് ലവറും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനപ്പോൾ പറഞ്ഞായിരുന്നു ഒരുപാട് കാശുള്ള സാധനം ഒന്നും വാങ്ങിക്കരുതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ചോക്ലേറ്റിൽ കാര്യം അങ്ങോട്ട് ഒതുക്കി. ഞാൻ ഒരു ഷർട്ടാണ് കേട്ടോ കൊടുത്തത്. ഈ ഷർട്ടാണ്. അതിട്ട് ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയി കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇതേ പൊന്നുകുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാം കൂടെ വലിച്ചു നീട്ടി കാണിക്കുന്നില്ല, ഓൾറെഡി ഇച്ചിരി വലിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. രാവിലെ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. പൊന്നുകുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വെനസ്ഡേ അല്ലേ, അപ്പോൾ വെനസ്ഡേയിലെ യൂണിഫോമൊക്കെ ഇട്ട് പൊന്നുകുട്ടി പോവുകയാണ്. അതേ നമ്മുടെ 10 മണിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. നമ്മുടെ 10 മണിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ 10 മണി. പിന്നെ റോസ, മുല്ലപ്പൂ ഇല്ലേ, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാലും അങ്ങോട്ട് പിടിക്കില്ല, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ എല്ലാം ഒന്ന് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ കണ്ണൻകുട്ടൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജേഷിന് ചെറിയൊരു കോൾഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ചേർത്തല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാനായിട്ട് പോകണം കേട്ടോ. ഹോസ്പിറ്റലിൽ ഒന്ന് കാണാൻ പോകണം ഡോക്ടറിനെ. അപ്പോൾ പോയിട്ട് വരുന്ന വഴി രാജേഷിന് നല്ല അടിപൊളി വറ്റയില്ലേ, വറ്റമീൻ, അത് കൊണ്ടുവന്നു കേട്ടോ. അതപ്പം ഞാനൊന്ന് അരച്ചൊന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കുടംപുളിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെടുത്ത് വറുത്ത് കേട്ടോ. അപ്പോൾ ദേ അരയ്ക്കാനുള്ള അരപ്പൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. അങ്ങനെ ദേ നല്ലൊരു മീൻ കറിയും മീൻ വറുത്തതും രാവിലെ ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയതും ഇരിപ്പുണ്ട്. ധൃതി വെച്ച് വെക്കുമായിരുന്നു കേട്ടോ. അതാണ് ഒരുപാട് അങ്ങ് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ. കാരണം ഞങ്ങൾക്ക് ഒരു 12 മണിയോടുകൂടി അങ്ങ് പുറത്ത് പോകണം കേട്ടോ. കാരണം കണ്ണൻകുട്ടനെ ഒന്ന് ചെക്കപ്പിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ബ്ലഡ് എടുക്കണം, ഒരു ടെസ്റ്റ് നടത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ലഞ്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് വിശന്നായിരിക്കുമല്ലോ നമ്മൾ വരുന്നത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാമല്ലോ. ഇത് നമ്മുടെ കണ്ണൻകുട്ടനുള്ള ഫുഡാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. കണ്ണൻകുട്ടന് ഡോക്ടർ പറഞ്ഞു തന്നൊരു ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം. കണ്ണൻകുട്ടൻ ഇപ്പോൾ ഉച്ചയ്ക്കും രാത്രിയിലും ഇത് ആണ് കൊടുക്കുന്നത്, ഒരു കഞ്ഞിയാണ് കേട്ടോ. അതാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഹോസ്പിറ്റലിലോട്ട് ഓടിപ്പോവാണ്. ആൾക്ക് അറിയില്ല കേട്ടോ, കുത്ത് കിട്ടുമോ എന്നുള്ളൊരു ഉറപ്പൊന്നും ആൾക്കില്ല കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് ലിഫ്റ്റിൽ കയറി മേളിൽ ചെന്നപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്ക് ഏകദേശമൊക്കെ അറിയാം സംഭവം ഇത് എന്നെ കുത്താനാണ് എന്തൊക്കെയോ. ലിഫ്റ്റിൽ കയറിയപ്പോൾ ആൾക്ക് എന്തായാലും മനസ്സിലായി കേട്ടോ, സംഭവം കുത്താനുള്ള പരിപാടി തന്നെയാണെന്ന്. അപ്പോൾ ദേ കണ്ണൻകുട്ടനെ മാസ്ക് ഒക്കെ വെച്ച് വേണം നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. അപ്പം ഞങ്ങൾ കുത്താനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. അവർ പറഞ്ഞു പൈസയൊക്കെ അടച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒന്ന് വെയിറ്റ് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ, മോനെ കുത്ത് കിട്ടും, വിഷമിക്കേണ്ട, ഉവാവൊക്കെ മാറാനല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് സോഫ്റ്റ് ആക്കും. ഞാൻ എല്ലാം നേരത്തെ പറയും കേട്ടോ കുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ അവർ ആ സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. അതുകൊണ്ട് കുത്ത് കിട്ടുന്നതിന് മുമ്പും എല്ലാം ഞാനൊന്ന് പറയും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിന് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരങ്ങ് ഒരുപാട് അങ്ങ് പേടിക്കില്ല. അങ്ങനെ കുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളൊന്ന് കരഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുപാട് കരയില്ല കേട്ടോ. അതിപ്പം കണ്ണൻകുട്ടന് അങ്ങനെ ഇഞ്ചക്ഷൻ ആദ്യമായിട്ട് എടുത്തപ്പോഴൊന്നും ജസ്റ്റ് കരഞ്ഞേ ഉള്ളൂ. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത്രയ്ക്കൊന്നും കരഞ്ഞൊന്നുമില്ല. അപ്പോൾ രാജേഷിന് ആ കോൾഡ് ഉള്ളതുകൊണ്ട് ആളാകെ ഒരു മൂഡ് ഓഫിലാണ്, വയ്യ ആൾക്ക്, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിറച്ച് മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മാങ്ങ സീസണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പുളിയുള്ള പച്ച മാങ്ങ. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഈ കണ്ണി മാങ്ങയൊക്കെ ഇല്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു പാത്രക്കടയിലാണ് കേട്ടോ വന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നമ്മൾ ഒരു പാത്രക്കടയിലോട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ, ഒരു വിളക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു സാധനം മേടിക്കണമായിരുന്നു കേട്ടോ. അതും പിന്നെ പൊന്നുകുട്ടിക്കൊരു സാധനം മേടിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോയും കാണണം കേട്ടോ. ഇതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതേ റേഷനുള്ള ചോറാണ് കേട്ടോ. സാമ്പാർ, മീൻ വറുത്തത്, മീൻകറി. അപ്പോൾ അണ്ണനുള്ള ചോറൊക്കെ കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണൻകുട്ടനും ഞാനും ഒക്കെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതേ അൺബോക്സിങ് വീഡിയോ ഇതേണ്ടേ. അപ്പോൾ പൊന്നുകുട്ടിക്ക് ഒരു ഡെപ്പയാണ് കേട്ടോ വാങ്ങിച്ചത്. പൊന്നുകുട്ടി ഓൾറെഡി ഇടയ്ക്കൊക്കെ ചോറ് കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ നിർബന്ധത്താൽ ഇടയ്ക്ക് ചോറ് കൊണ്ടുപോകും. എനിക്ക് ചില ദിവസങ്ങളിൽ പൊന്നുകുട്ടിക്ക് ചോറ് കൊടുത്തു വിടണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൊടുത്തു വിടാറുണ്ട്. പൊന്നുകുട്ടിക്ക് കൂടുതലും സ്കൂളിലെ ഫുഡാണ് കേട്ടോ ഇഷ്ടം. നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് കറി വെക്കാനായിട്ട് ഒരു എക്സ്ട്രാ പാത്രമൊക്കെ വെച്ചിട്ട്, അപ്പോൾ പൊന്നുകുട്ടിയുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഡെപ്പയിൽ ഒരു ഹോള് വീണുകൊണ്ട് പൊന്നുകുട്ടിക്ക് അത്രയ്ക്ക് ഇതല്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ആൾ വേണമെങ്കിൽ ചോറൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പൊന്നുകുട്ടിക്ക് വാങ്ങിച്ച ഡെപ്പ. നല്ലൊരു ഡെപ്പ, നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പൊന്നുകുട്ടിയുടെ പേര് നിവേദിത എന്നാണ്. നിവേദിത രാകേഷ് എന്നാണ് ഫുൾ നെയിം. കണ്ണൻകുട്ടിയുടെ പേര് സിദ്ധാർത്ഥ് രാകേഷ്. എൻ്റെ പേര് ധനലക്ഷ്മി കേട്ടോ. അപ്പോൾ അറിയാത്ത കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരോട് പറഞ്ഞാണ്. ചില ആളുകൾ നമ്മുടെ കമൻറ്റിൽ വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, പേരൊക്കെ ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അപ്പച്ചട്ടിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. എൻ്റെ അപ്പച്ചട്ടി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, സ്ക്രാച്ച് വീണാൽ പിന്നെ ഞാൻ ആ സാധനം എടുക്കത്തില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അപ്പോൾ ആ സ്ക്രാച്ച് വീണുകൊണ്ട് ഞാൻ അപ്പച്ചട്ടി വാങ്ങിച്ചു. നല്ല അപ്പച്ചട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാത്രങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ വാങ്ങിച്ചത്. സത്യം പറയാമല്ലോ, 200 രൂപയെ ഞങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് രണ്ടും കൂടെ വാങ്ങിച്ചിട്ട് വെറും 200 രൂപ, 200 രൂപയെ ഞങ്ങൾക്ക് ആയിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു അപ്പച്ചട്ടി കിട്ടി കേട്ടോ. ഇതുവരെ ഇതുപോലൊരു അപ്പച്ചട്ടി കിട്ടിയിട്ടില്ല. കാരണം നല്ല അത്യാവശ്യം വാവട്ടമുള്ള നല്ലൊരു അപ്പച്ചട്ടി. അപ്പോൾ രാജേഷണം പറയുകയും ചെയ്തു കേട്ടോ, നല്ല വലിയ അപ്പം ഇനി തൊട്ട് കഴിക്കാമെന്ന് കേട്ടോ. അങ്ങനെ പൊന്നുകുട്ടി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിതിൻ്റെ ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ മോളാ പറഞ്ഞാൽ നമുക്ക് അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്യാമെന്ന് കേട്ടോ. മോക്കിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നല്ലൊരു വാലൻറ്റൈൻസ് ഡേ എന്ന് പറയാം. അതിന് ശേഷം പൊന്നുകുട്ടി വന്ന് റെഡി ആയതിന് ശേഷം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോയി, ഞാനും പൊന്നുകുട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ നല്ലൊരു വാലൻറ്റൈൻസ് ഡേ എന്ന്. കാരണം എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചധികം പാത്രങ്ങളാണ് കേട്ടോ. എനിക്ക് പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഡസ്റ്റ്ബിൻ എനിക്ക് വാങ്ങിക്കണമായിരുന്നു. നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ കഴിക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് വെക്കാനായിരുന്നു. നേരത്തെ ഒരു തുറന്ന പാത്രത്തിലായിരുന്നു. ആലപ്പുഴ വെച്ച് എനിക്ക് ഈ ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാനത് വാങ്ങിച്ചില്ല. അപ്പോൾ ഇന്ന് അതെന്തായാലും വാങ്ങിച്ചു. നല്ലൊരു ഡസ്റ്റ്ബിൻ വാങ്ങിച്ചു. അപ്പോൾ വേസ്റ്റ് അതിനകത്തിട്ട് അടഞ്ഞിരുന്നോളും, നല്ല ക്ലീനായിട്ട് ഇരുന്നോളും, പേടിക്കേണ്ട. അപ്പോൾ കുറേ പാത്രങ്ങളിരിക്കുന്നു. സത്യം പറയാനും എനിക്കിതെല്ലാം കണ്ടിട്ട് കൊതിയായിട്ട് മേലെ എല്ലാം അങ്ങ് വാരിയെടുക്കാനാണ് തോന്നുന്നത്. എന്ത് രസമല്ലേ. പൊന്നുകുട്ടി പിന്നെ അവിടെ കിടന്ന കുറേ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. അപ്പം എന്നോട് പറയാം നമുക്ക് മേടിക്കാം. ഞാനെന്നാൽ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് റേഷനായിട്ടൊരു ദിവസം വന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് അച്ഛനായിട്ട് വന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അതിനുശേഷം ഒരു കടയിൽ വന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്, അത്യാവശ്യം വേണ്ട. അതിനുശേഷം ഞങ്ങളൊരു ബേക്കറി കയറി കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് വെച്ചിട്ട് തിരക്കായിരുന്നു. വൈകിട്ട് കണ്ണൻകുട്ടനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോകണമായിരുന്നേ. അപ്പോൾ ഇത് ഡോണറ്റാണ്. ആ ബേക്കറിയിൽ നിന്ന് പൊന്നുകുട്ടിക്ക് ഒരു ഡോണറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ കണ്ണൻകുട്ടനെ ഡോക്ടറിനെ കാണിച്ചു. പിന്നെ ഫുഡിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ കണ്ണൻകുട്ടന് കൊടുക്കാനുള്ള. അതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവമാണ്. വാരനാട് എന്ന് പറയും, ചേർത്തല വാരനാട്. അവിടെ ഒരു ദേവീക്ഷേത്രമാണ്.
അവിടെ ഈ സമയത്ത് ഭരണി മഹോത്സവമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോവുകയാണ്. അതിന് മുമ്പൊന്ന് ATM കയറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ റേഷൻ ഇട്ടിരിക്കുന്ന ഷർട്ട് കണ്ടല്ലോ, ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. സത്യം പറയുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ സാധാരണ ഈ ഡയറക്ഷനിൽ കൂടി അല്ല എപ്പോഴും വരുന്നത്, വേറൊരു ഡയറക്ഷനുണ്ട്. പക്ഷേ ആ ഡയറക്ഷനിൽ കൂടി കയറാതെ ഞങ്ങൾ ഈ ഡയറക്ഷനിൽ കൂടി കയറിയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആൾ കേട്ടോ ഉത്സവപ്പറമ്പിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, തൊഴുതു. അങ്ങനെ ഉത്സവത്തിനൊന്നും പോകാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വേറൊന്നുമല്ല, കണ്ണൻകുട്ടൻ്റെ ഹെൽത്ത് ഒന്നും ഓക്കെ ആകുന്നവരെ അത്യാവശ്യ സ്ഥലങ്ങളിലൊന്നും പോകാനില്ല, സ്കൂൾ അംഗനവാടി വിടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്ന് വന്ന് തൊഴണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഈ അമ്പലത്തിലോട്ട് നമ്മുടെ പൊന്നുകുട്ടീനെ കുമ്പോടമൊക്കെ എടുക്കും കേട്ടോ. 2 മാസം കഴിയുമ്പോൾ പൊന്നുകുട്ടിക്ക് അങ്ങോട്ട് കുമ്പോടമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രത്യേകതയാണ് എനിക്ക് ആ അമ്പലത്തിൽ. ഒരു കാര്യം ഉണ്ടായി, അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ആ അമ്മയോട്. അപ്പോൾ ഒന്ന് പോയി തൊഴുതിട്ട് പോരാം എന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ ഒന്നും പോക്ക് നടക്കത്തില്ല, വീട്ടിൽ നിന്ന് പൊന്നുകുട്ടീനെ സ്കൂളിൽ വിടണം, തിരക്കായിരിക്കും. അപ്പോൾ ഒന്ന് വൈകിട്ട് പോയി. അധിക നേരമൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ, കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒന്ന് ഫ്രണ്ടിൽ പോയി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നടയിൽ കയറി തൊഴാനൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷേ പുറത്ത് ഇങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കും. അപ്പോൾ നട അടച്ചിട്ടിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ അവിടെ പറയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ മാസ്കൊക്കെ വെച്ച് കെയർ ചെയ്താണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നു, തൊഴുതു, നല്ല പോലെ പ്രാർത്ഥിച്ചു കേട്ടോ. നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു. തൊഴുത് അപ്പോൾ ആനയുടെ പുറത്തിങ്ങനെ വെഞ്ചാമരോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ. എനിക്ക് അവിടെ വെച്ച് രാജേഷന് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു തന്നു. ഇപ്പം ഞാൻ മറന്നുപോയി കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു വാക്ക് വരുന്നുണ്ടല്ലേ, സത്യം പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കും അറിയില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വേർഡ് പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലേ ഈ ഉത്സവം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉത്സവത്തിന് പോവുക. എനിക്ക് ആനയെ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. ആന, പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന കുഞ്ഞു വാവേനെ വയറ്റിലിരിക്കുന്ന അമ്മയില്ലേ, പ്രഗ്നൻ്റ് ലേഡീസ്, അവരെ കാണാനും ആനയെ കാണാനുമാണ് കേട്ടോ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാനിഷ്ടം. ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ ഇതൊക്കെ കാണാനാണ് ഇഷ്ടമെന്ന്. എനിക്ക് ആനേനെ എപ്പോഴും കാണും, പക്ഷെ ഇച്ചിരി അപകടകാരിയാണ് എന്നെനിക്കറിയാം. ആന അടുത്തോട്ടൊന്നും പോകുന്നില്ല, ദൂരെ നിന്ന് കാണാനാണ് ഇഷ്ടം. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആനയെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ഒരു പ്രത്യേക വൈബാണല്ലോ നമ്മുടെ ഉത്സവപ്പറമ്പും കാര്യങ്ങളും. ഒരുപാട് ഇഷ്ടം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് അമ്പലങ്ങളിൽ ഉത്സവവും കാര്യങ്ങളും, നമ്മുടെ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്പെഷ്യൽ വരുന്നുണ്ട്, നമ്മുടെ കണിച്ചോളങ്ങര അമ്പലത്തിൽ ഒരു ഉത്സവം വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഹെൽത്തൊക്കെ ഓക്കെ ആണെങ്കിൽ പോകണം. പിന്നെ കണ്ണൻകുട്ടൻ്റെ പേരിലൊരു ചെറിയ വഴിപാടൊക്കെ ഉണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ വേറെ വരും കേട്ടോ. ഒരു ദിവസം പോകുന്നുണ്ട്. ഏകദേശം അടുക്കാറായിട്ടുണ്ട് ഉത്സവം. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കൊടിയൊക്കെ കയറി കിടക്കുന്നു. ഉത്സവ സമയത്ത് നമുക്ക് കൊടിയൊക്കെ കയറുമല്ലോ, കൊടിമരത്തിൽ. അങ്ങനെ അമ്പലം മൊത്തവും പൂക്കളും കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അധികം സ്പെൻഡ് ചെയ്തില്ല, ജസ്റ്റ് തൊഴുത് കുറച്ചങ്ങ് നടന്ന് ഇങ്ങ് പോന്നു കേട്ടോ ഞങ്ങൾ. അതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഉത്സവപ്പറമ്പിൽ വന്നാൽ ഞങ്ങൾക്ക് ബജ്ജി കഴിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബജ്ജി വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുളക് ബജ്ജി, പിന്നെ എന്തോ കിഴങ്ങ് ബജ്ജി, അങ്ങനെ എന്തോ ഐറ്റം. എന്തായാലും അത് കഴിച്ചു കേട്ടോ. അതും കഴിച്ച് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ റേഷന് മൂന്നാമത്തെ ഐറ്റമായിട്ട് വന്നു കോളിഫ്ലവറും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത, എൻ്റെ 2 കുഞ്ഞുങ്ങളും ഐസ്ക്രീം കഴിക്കാൻ പറയത്തില്ല കേട്ടോ. ചില പിള്ളേരൊക്കെ വഴക്കിടുന്ന കാണാം കേട്ടോ ഐസ്ക്രീമിന് വേണ്ടി. പക്ഷേ ഇവർ 2 പേരും ഐസ്ക്രീമിന് വേണ്ടി വഴക്കിടത്തേ ഇല്ല കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടന് ഐസ്ക്രീം അടുത്തുകൂടി പോകാൻ പറ്റത്തില്ല. തണുത്ത ഓരോ ഐറ്റംസും പുളിയുള്ള ആഹാരം ഒന്നും നമ്മുടെ കണ്ണൻകുട്ടന് പറ്റില്ല കേട്ടോ. ഡോക്ടർ ഇപ്പോൾ ഈ പനി വന്നതിന് ശേഷം വന്നാണ്, കഫം നിറഞ്ഞു ശരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കപ്പലണ്ടി തിന്നെയാണ്. കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പലണ്ടി വാങ്ങിച്ചു കൊടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഒരുപാട് നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. കഴിവതും ആളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മാറി നിന്ന് ഞങ്ങളെല്ലാം ഇതായത് കേട്ടോ. അതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ. വാലൻറ്റൈൻസ് ഡേ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. എനിക്കിതൊക്കെയാണ് കേട്ടോ സന്തോഷം. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് നടന്നില്ല. വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് കേക്കൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ.
അപ്പോൾ ഒരു കുഞ്ഞ് നല്ല അടിപൊളി വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാരും കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ